ചോദ്യം ശ്രീമതി വിനീത ഹരിഹരനോടാണ്. ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു, എത്ര ഏജൻസികൾ കേരളത്തിലേക്ക് വന്നു, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു, അല്ലെ, ലൈഫ് മിഷന്റെ ആരോപണങ്ങൾ ഉയർന്നു. ഇപ്പോൾ കരുവന്നൂരിൽ അവസാനം ഇ ഡി വന്നു പോയി, AC മൊയ്തീനെതിരെയൊക്കെ ആരോപണങ്ങൾ ഉണ്ടായി, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു, എന്ത് സംഭവിച്ചു? അപ്പോൾ റെജി ലൂക്കോസ് പറയുന്നത്, പൊതുവെ CPM പറയുന്നത്, ഇവിടെ ഇപ്പോൾ ഈ കേന്ദ്രത്തിൽ നിന്നുള്ള ഏജൻസികളൊക്കെ വന്ന് ഇതൊക്കെ അന്വേഷിച്ചാലും ഇത് എവിടെയും എത്തില്ല. ഇനിയിപ്പോൾ പ്രതിപക്ഷം പറയുന്നത് എന്താണ് ശ്രീമതി വിനീത ഹരിഹരൻ? ഞങ്ങൾ ഈ പറയുന്ന CBIയുടെയോ EDയുടെയോ കാര്യത്തിലൊന്നും ഒരു വിശ്വാസവും ഞങ്ങൾക്കില്ല, പിന്നെ അവർ വന്ന് പോകട്ടെ, കോടതിയുടെ മേൽനോട്ടത്തിൽ എന്തെങ്കിലും നടന്നാൽ നടന്നു എന്നാണ് അവരും പറയുന്നത്. ഇന്ന് ജാവ്ദേക്കർ പറയുന്നു സുതാര്യമായി കാര്യം അന്വേഷിക്കുന്നു. അപ്പം ഇതൊരു പ്രസിഡന്റ് ആണ്. ഈ ഇലക്ഷന് മുമ്പ് ഒരു അലിഗേഷൻ ഉണ്ടാക്കുക, എന്നിട്ട് അന്വേഷണം എവിടെ എത്താതിരിക്കുക. നിങ്ങൾക്ക് നേരെയാണ് സംശയം യഥാർത്ഥത്തിൽ ഉയരുന്നത്. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ ആർഗ്യുമെന്റ് കൗണ്ടർ ആർഗ്യുമെന്റ് ആക്കി ഞാൻ ഇഫ് ഐ പ്ലേസ് ഇറ്റ് കൗണ്ടർ ആർഗ്യുമെന്റ് ആയിട്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് EDയും CBIയും ഒരു വിശ്വാസമില്ല, കേസ് അന്വേഷണത്തിലുള്ള ഒരു ഔട്ട്കമും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, പിന്നെ എങ്ങനെയാ അത് ഇലക്ഷനെ ബാധിക്കുക? അപ്പൊ നിങ്ങൾക്ക് തന്നെയല്ലേ ഗെയിൻ? അഗർ ഇവിടെ നമ്മളെ ഇലക്ഷന് വേണ്ടിയിട്ടാണ് പ്രചരണം എന്നാൽ മറുഭാഗമുണ്ട്. അതായത് ഈ അന്വേഷണം പൂർത്തിയാക്കുന്നില്ല, പ്രോസസ് തന്നെ പനിഷ്മെന്റ് ആക്കി മാറ്റുന്നു. അതാണ് ED ചെയ്യുന്നത്, CBI ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ പുതിയ കമ്പനി. ഇല്ല, ഒരിക്കലുമല്ല. നിങ്ങൾ നോക്കുന്ന മണി ലോണ്ടറിംഗ് കേസസിന്റെ കൺവിക്ഷൻ റേറ്റ് നോക്കുകയാണെങ്കിലും സക്സസ് റേറ്റ് നോക്കുകയാണെങ്കിലും ഓവർ 95% ആണ് EDയുടെ കൺവിക്ഷൻ റേറ്റ്. PMLA പ്രിവെൻഷൻ മണി ലോണ്ടറിംഗ് ആക്ടിന്റെ കേസിന്റെ പ്രകാരം ഓവർ 90% സക്സസ് റേറ്റ് ഉണ്ട് EDക്ക്. അപ്പോ ഇവിടെ അന്വേഷണം നടന്നു. കോഓപ്പറേറ്റീവ് സ്കാം എന്താണ് ഉണ്ടായത് നിങ്ങൾക്കൊക്കെ അറിയാം. കരുവന്നൂർ സ്കാം കേസിൽ എന്തൊക്കെയാണ് ഔട്ട്കംസ് ഉണ്ടായിരുന്നത്? കോഓപ്പറേറ്റീവ് സെക്ടർ തന്നെ ഒരു സ്കാം ആയിട്ടാണ് നമ്മൾക്ക് കാണാൻ പറ്റിയിരിക്കുന്നത് ശ്രീമതി വിനീത ഹരിഹരൻ. അപ്പോ ശ്രീമതി വിനീത ഹരിഹരൻ തന്നെയായിരുന്നു. ശ്രീമതി വിനീത ഹരിഹരൻ കരുവന്നൂരിനെ കുറിച്ച് പറഞ്ഞല്ലോ. കരുവന്നൂരിൽ ഉന്നത CPIM നേതാക്കളിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താങ്കളുടെ പാർട്ടിയിലെ നേതാക്കളൊക്കെ സ്ഥിരമായി ആരോപിച്ചുകൊണ്ടിരുന്നതാണല്ലോ. ഇപ്പോഴെവിടെയാണ് എത്തി നിൽക്കുന്നത്? അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ കേസസിന്റെ അതിന്റെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 1000 പേജ് റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇത് ED അവിടെ ഒന്നും നിർത്തില്ല. ഈ കേസ് അതിന്റെ റിസൾട്ട് അന്വേഷിക്കുന്ന വേറെ ED അന്വേഷിച്ചുകൊണ്ടിരിക്കും, ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കും. അത് EDയുടെ അവകാശമാണ്. അപ്പൊ ഈ ഒരു കേസിന്റെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു ഓപ്പൺ ആൻഡ് ഷട്ട് കേസാണ് അല്ലെ. എക്സാലോജിക് എന്ന് പറഞ്ഞ ഒരു ഷെൽ കമ്പനി തുടങ്ങിയിട്ട് CMRൽ നിന്ന് അവർ കാശ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് 1.72 കോടിയാണ് അവർ വാങ്ങിയിരിക്കുന്നത്. അതിന്റെ ബേസിസ് എന്താണ്? അതിന്റെ അടിസ്ഥാനം എന്താണ്? അവരുടെ എന്താണ് സർവീസസ് നൽകിയിരിക്കുന്നത്? അത് ആർക്കും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ CMRലിന്റെ CFO തന്നെയാണ് വിറ്റ്നസ് കൊടുത്തിരിക്കുന്നത്. CFOന്റെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം തന്നെയാണ് ഈ അന്വേഷണം. ഇതൊരു ഓപ്പൺ ആൻഡ് ഷട്ട് കേസാണ്. എന്നിട്ടും നമ്മൾ പ്രോട്ടോകോൾ വൈസ് ആണ് ഫോളോ ചെയ്യുന്നത്. ആദ്യം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പിന്നെയാണ് ROCയിലേക്ക് പോകുന്നത്, പിന്നെയാണ് EDയും CBI ഇതിൽ കടന്നു കയറുക. അപ്പൊ നമ്മൾ പ്രോട്ടോകോൾ ലംഘിച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല, ഫ്രെയിംവർക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് എന്നോട് അനുബന്ധമായിട്ടൊരു ചോദ്യം കൂടിയുണ്ട്. ഇതിൽ ROC എന്താണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്? എന്താണ് കോർപ്പറേറ്റ് അഫയേഴ്സ് കാര്യ മന്ത്രാലയം വിധിച്ചത്? കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ അന്വേഷണമല്ലല്ലോ ROC ബാംഗ്ലൂർ ഇപ്പോൾ നമുക്ക് സെലക്റ്റീവായിട്ട് ലീക്ക് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് പ്രകാരം ആവശ്യപ്പെട്ടിരിക്കുന്നത്. EDയോ CBIയോ അന്വേഷിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചുരുങ്ങിയ പക്ഷം കമ്പനി നിയമത്തിലെ 211-12 വകുപ്പ് പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിനകത്തൊരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഇല്ല എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തിയത്? അത് പ്രോട്ടോകോൾ പ്രകാരം നിങ്ങൾ ആ കേസ് ബൈ കേസിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഡിസൈഡ് ചെയ്യുക. എവിടെയാണ് ED വരേണ്ടത്, എവിടെയാണ് ROC വരേണ്ടത്, എവിടെയാണ് CBI വരേണ്ടത്. അത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലും സെൻട്രൽ അതോറിറ്റീസിനും ROC നിർദ്ദേശിച്ചിരിക്കുന്നത് ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനോ അതല്ലെങ്കിൽ EDയുടെയോ CBIയുടെ അന്വേഷണമാണ്. പക്ഷേ കോർപ്പറേറ്റ് അഫയേഴ്സ് കാര്യ മന്ത്രാലയത്തിന്റെ കമ്പനി അഫയേഴ്സ് മാത്രം അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് വ്യക്തികളിലേക്ക് പോകാൻ കഴിയില്ല. കമ്പനിയുടെ അഫയേഴ്സ് മാത്രമേ നിരീക്ഷിക്കാൻ കഴിയൂ. അതിൽ ഫ്രോഡുലൻസ് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ സംശയം ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഈ അന്വേഷണം എന്തിനാണ് 4 മാസം സമയം? അല്ല, അത് ആ അന്വേഷണത്തിന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിന് നമുക്ക് സമയം കൊടുക്കണം. അവരുടേതായ രീതിയിൽ അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. അപ്പൊ അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് 1 മാസം സമയം, എന്തുകൊണ്ടാണ് 3 മാസം സമയം? അത് നമുക്ക് വി കനോട്ട് ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. EDയോ ROCയോ CBIയോ ഏത് ഏജൻസി നമുക്ക് അവരുടെ പ്രോട്ടോകോളും അവരുടെ ഒരു ടൈം ഫ്രെയിം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കേസിന്റെ അടിസ്ഥാനം നമ്മൾ കേസിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കേസിന്റെ ഒരു ഫൗണ്ടേഷൻ തന്നെ ഒരു ഭയങ്കരമായിട്ട് ഒരു
വലിയ ഒരു വിറ്റ്നസ് തന്നെയാണ്. ആ കേസിന്റെ ഫൈൻഡിങ്സ് തന്നെ അത് ഒരു വലിയൊരു അല്ല വിനീത, ആ proof കാര്യത്തിൽ തന്നെയാണ്. സംശയങ്ങളൊന്നുമില്ല. എന്താണ് ഈ കേസിന്റെ പ്രശ്നം അവിടെ നിൽക്കട്ടെ. ഈ കേസിന്റെ അന്വേഷണത്തിൽ എത്രമാത്രം ആത്മാർത്ഥമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഇപ്പൊ നോക്കൂ, കരുവന്നൂരിലേക്ക് എങ്ങനെയാണ് ED എൻട്രി ചെയ്തത്? കരുവന്നൂരിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിനകത്ത് കള്ളപ്പണം എടുപ്പിച്ച ഒരു സംഭവത്തെ കുറിച്ചുകൂടി പറയുന്നുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പിന്നെ ഇറങ്ങി വരാൻ EDക്ക് ഒരു വാതിൽ തുറന്നിടുന്ന ഒരു വകുപ്പായിട്ട് അത് അവിടെ നിൽക്കുന്നു. ഇതേ വകുപ്പ് തന്നെയാണ് ഇപ്പോൾ ഈ ROC പറഞ്ഞിരിക്കുന്ന കാര്യത്തിനകത്തുമുള്ളത്. ഇവിടെ PMLA ആക്ട് പിന്നെ ബാധകമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ PMLA ആക്ട് ബാധകമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എൻട്രി ചെയ്യാൻ പിന്നെ കമ്പനി കാര്യ വകുപ്പിൻ്റെയോ മറ്റൊന്നിൻ്റെയോ ആവശ്യമില്ല. അവർക്ക് ഈസി ആയിട്ട് അവിടെ പാരഷൂട്ട് ചെയ്ത് അവിടെ ഇറങ്ങാൻ പറ്റും. അങ്ങനെയാണ് ED എല്ലായിടത്തും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കമ്പനി കാര്യ മന്ത്രാലയം ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് 4 മാസത്തെ സമയത്തോളം നിങ്ങളിത് അന്വേഷിച്ച് വരാൻ പറയുന്നു. അപ്പോൾ ഇത് ലൈഫ് മിഷൻ്റെ കാര്യത്തിനകത്ത്, കരുവന്നൂരിൻ്റെ കാര്യത്തിനകത്ത്, സ്വർണ്ണത്തിൻ്റെ കാര്യത്തിനകത്തൊക്കെ ഇതുപോലുള്ള വലിയ അന്വേഷണങ്ങളൊക്കെ നിങ്ങൾ നടത്തിയതാണ്. ഇവിടെയും ഒന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി, കേരളത്തിലൊരു കാര്യം ഒന്ന് ചൂടാക്കി ഇടാൻ വേണ്ടി നിങ്ങൾ കളിക്കുന്നൊരു കളി എന്നാണ്. അതിന് യാതൊരു ആത്മാർത്ഥതയുമില്ല, സുതാര്യതയുമില്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അതിൻ്റെ ഒരു ഏതാണ്ടൊരു പിന്നെ പങ്കുപറ്റുന്ന ഇടതുപക്ഷത്തിൻ്റെ ആരോപണം അതുതന്നെയാണ്. അല്ല, അത്രത്തോളം വിശ്വാസമില്ലെങ്കിൽ അത് നിങ്ങളുടെ തന്നെ ഗെയിൻ ആയിരിക്കില്ലേ? പിന്നെ എന്തിനാ ഈ ഒരു ഡിബേറ്റ് തന്നെ? നിങ്ങൾ പറയാൻ ഇഡിക്ക് ഒരു ടൂത്ത് ഇല്ല, ഇഡിക്ക് ഒരു സബ്സ്റ്റൻസ് ഇല്ല, ഇഡിയുടെ ഫൈൻഡിങ്സിന് ഒരു കാര്യമില്ല, ഇഡി വെറുതെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു. പിന്നെ അതെങ്ങനെ നമുക്കൊരു പൊളിറ്റിക്കൽ ഗെയിൻ ആയിട്ട് മാറും? You are watching Reporter Evening Show.